നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ COA നേതൃത്വത്തിൽ തൃശൂർ കോട്ടപ്പുറത്തെ വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തി. KSEBയുടെ നിലപാടിനെതിരെ സർക്കാർ ഗൗരവമായി ഇടപെടണമെന്ന മുൻ MPയും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ TN പ്രതാപൻ. വേലൂർ തയ്യൂർ മയിലാടിക്കുന്നിൽ നടത്തിയിരുന്ന മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ പഞ്ചായത്ത് ഉത്തരവ് നൽകി. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. മണ്ണെടുപ്പിനെതിരെ നാട്ടുകാർ ദീപപ്രതിരോധം തീർത്തു. അണ്ടത്തോട് തങ്ങൾപ്പടി 310 ബീച്ചിൽ പ്രവർത്തിച്ചു വന്നിരുന്ന അനധികൃത കള്ളുഷാപ്പ് അടച്ചുപൂട്ടിച്ച് പുന്നൂർക്കുളം പഞ്ചായത്ത്. ആക്ഷൻ കൗൺസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറിയുടെ നടപടി. സമരസമിതിയുടെ നേതൃത്വത്തിൽ മേഖലയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. മാറഞ്ചേരി പനമ്പാട് ഭർത്താവിനൊപ്പം ബൈക്കിൽ പോകുന്നതിനിടെ പിക്കപ്പ് വാനിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. മരിച്ചത് പനമ്പാട് അവണ്ടിത്തറ ചോഴിയാട്ടിൽ സാഹിറിന്റെ ഭാര്യ പുലിയപ്പുറത്ത് വീട്ടിൽ 36 വയസ്സുള്ള ഹാരിഫ. വാർത്തകൾ വിശദമായി. KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ COAയുടെ നേതൃത്വത്തിൽ തൃശൂർ കോട്ടപ്പുറത്തെ വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തി. KSEBയുടെ കേബിൾ വിരുദ്ധ നിലപാടിനെതിരെ സർക്കാർ ഗൗരവമായി ഇടപെടണമെന്ന് മുൻ MPയും KPCC വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റുമായ TN പ്രതാപൻ ആവശ്യപ്പെട്ടു. KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിൽ പ്രതിഷേധിച്ച COAയുടെ നേതൃത്വത്തിൽ ഈ മാസം 17 മുതൽ 21 വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമര പരമ്പരയ്ക്ക് മുന്നോടിയായാണ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോട്ടപ്പുറം വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തിയത്. മുൻ MPയും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV രംഗത്തും ബ്രോഡ്ബാൻഡ് രംഗത്തും കോർപ്പറേറ്റുകൾ പിടിമുറുക്കുകയാണെന്നും അവരെ സഹായിക്കുന്ന സമീപനമാണ് KSEB സ്വീകരിക്കുന്നതെന്നും പ്രതാപൻ പറഞ്ഞു. അംബാനി ഉൾപ്പെടെയുള്ള വൻകിട കോർപ്പറേറ്റുകളടക്കം ഈ മേഖലയിലേക്ക് കടന്നു വരികയാണ്. ഈ കേബിൾ TV മാത്രമല്ല, ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ സൗകര്യങ്ങളും പൊതുമേഖലയിൽ സംരക്ഷിക്കപ്പെടേണ്ട നമ്മുടെ BSNL അടക്കമുള്ള ആളുകളെ എല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ കൊടുക്കുന്നതിന് വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ രാജ്യത്ത് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും ഈ COAയിൽ തന്നെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ 5000-ൽ പരം ഓപ്പറേറ്റേഴ്സ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ 12 ലക്ഷത്തോളം ആളുകൾക്ക് ഈ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കേരളത്തിൽ കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം കൂടിയാണ് നിങ്ങളുടെ ഈ പ്രസ്ഥാനം. COAയുമായി ധാരണാപത്രം ലംഘിക്കുന്ന KSEB ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഇക്കാര്യം വൈദ്യുതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പ്രതാപൻ അറിയിച്ചു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. കേബിൾ TV വ്യവസായം സംരക്ഷിക്കാൻ നടപടി വേണമെന്നും KSEBയുടെ നിലപാടിനെതിരെ ഭരണകൂടം ഇടപെടണമെന്നും CPI സംസ്ഥാന കമ്മിറ്റി അംഗം KP സന്ദീപ് ആവശ്യപ്പെട്ടു. സാധാരണക്കാരെ പിഴിയുന്ന സമീപനം KSEB കേബിൾ ഓപ്പറേറ്റർമാർക്കെതിരെയും സ്വീകരിക്കുകയാണെന്നും മാനേജ്മെന്റിനോട് സംസാരിച്ച് നിലപാട് തിരുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ ആവശ്യപ്പെട്ടു. കുത്തകകളെ സഹായിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ് KSEB സ്വീകരിക്കുന്നതെന്നും ഈ നിലപാട് തിരുത്തുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് പറഞ്ഞു. COA ജില്ലാ സെക്രട്ടറി P ആന്റണി, സംസ്ഥാന കമ്മിറ്റി അംഗം CA ബൈജു, ജില്ലാ ട്രഷറർ CG ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. മാറഞ്ചേരി പനമ്പാട് ഭർത്താവിനൊപ്പം ബൈക്കിൽ പോകുന്നതിനിടെ പിക്കപ്പ് വാനിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ യുവതി മരിച്ചു. പനമ്പാട് അവണ്ടിത്തറ ചോഴിയാട്ടിൽ സാഹിറിന്റെ ഭാര്യ പുലിയപ്പുറത്ത് വീട്ടിൽ 36 വയസ്സുള്ള ഹാരിഫയാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 5 മണിക്കായിരുന്നു അപകടം. ബൈക്ക് മറിഞ്ഞ റോഡിൽ വീണ ഹാരിഫയുടെ മേൽ പിന്നിൽ വന്ന പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഹാരിഫയെ കോട്ടക്കൽ അൽമാസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രി മരിച്ചു. തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള സംഗമം പലിശരഹിത അയൽക്കൂട്ട മെമ്പറാണ് ഹാരിഫ. വിദ്യാർത്ഥികളായ ഷിഫാൻ, നസൽ എന്നിവർ മക്കളും അസ്മാബി മാതാവുമാണ്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടഞ്ചേരി ഖബർസ്ഥാനിൽ ഖബറടക്കം നടന്നു. വേലൂർ തയ്യൂർ മയിലാടിക്കുന്നിൽ നടത്തിയിരുന്ന മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ പഞ്ചായത്ത് ഉത്തരവ് നൽകി. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരം സെക്രട്ടറി സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. വേലൂർ പഞ്ചായത്തിലെ 2ാം വാർഡിലാണ് മയിലാടിക്കുന്ന് സ്ഥിതി ചെയ്യുന്നത്. ഇതിനോട് ചേർന്ന കുന്നത്തുപുരയ്ക്കൽ നഗറിൽ 40 പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. പ്രദേശത്ത് കഴിഞ്ഞ പ്രളയകാലത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് പ്രദേശത്തുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് മണ്ണൊലിപ്പ് തടയുന്നതിനായി 45 ലക്ഷം രൂപ ചിലവഴിച്ച് സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ചിരുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് പഞ്ചായത്ത് മണ്ണെടുക്കാൻ അനുമതി നൽകിയതെന്നാണ് നാട്ടുകാരുടെ പരാതി. എന്നാൽ
വീട് നിർമ്മാണത്തിന് വേണ്ടിയാണ് 940 സ്ക്വയർ ഫീറ്റ് സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യുവാൻ അനുമതി നൽകിയതെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ജിയോളജി വകുപ്പിന്റെ അനുകൂല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് അനുമതി നൽകിയത്. നിലവിൽ അനുവദിച്ച അളവിൽ മണ്ണ് നീക്കിയിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും പെർമിറ്റ് കാലാവധി അവസാനിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രസിഡന്റ് ടി.ആർ. ശോഭിയുടെ നിർദ്ദേശപ്രകാരം മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ സെക്രട്ടറി ഉത്തരവ് നൽകിയത്. ഈ സ്ഥലത്ത് വീട് നിർമ്മാണം നടത്തിയില്ലെങ്കിൽ സ്ഥലമുടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. തയ്യൂർ മയിലാടിക്കുന്നിൽ വ്യാപകമായി നടക്കുന്ന മണ്ണെടുപ്പിനെതിരെ നാട്ടുകാർ ദീപപ്രതിരോധം തീർത്തു. ചിരാതുകൾ തെളിയിച്ച് പ്രകാശ സംരക്ഷിത വലയം തീർത്താണ് മണ്ണെടുപ്പ് മേഖലയിൽ പ്രതിരോധം തീർത്തത്. ഇവിടെ നമുക്ക് ആരോടും പ്രതികാരമോ ഒരാളോടും മറ്റൊരു വൈരാഗ്യമോ ഇല്ല. നമുക്കിവിടെ ജീവിക്കാനുള്ള ഒരു അവകാശത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ ഈ അവകാശ സമരത്തെ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു രീതിയിലേക്കാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങൾക്ക് അതിന് യാതൊരു മടിയുമില്ല. ഞങ്ങൾ ഏതറ്റം വരെ പോവാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് വേലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം പി.എൻ. അനിൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മയിലാടിക്കുന്നിലെ ചെരുവുകളിൽ വ്യാജ വീട് പെർമിറ്റുകളുടെ രീതിയിലാണ് വ്യാപകമായി മണ്ണെടുപ്പ് നടത്താൻ ശ്രമിച്ചതെന്ന് യോഗത്തിൽ ആരോപിച്ചു. മണ്ണെടുപ്പ് മൂലം വീടുകൾ നഷ്ടപ്പെടുകയും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും നീരുറവകൾ വറ്റുകയും ചെയ്യുന്ന പ്രദേശമാണിത്. കൂടാതെ ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയും കൂടുതലാണ്. മണ്ണെടുപ്പിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രദേശവാസികൾ ചിരാതുകൾ തെളിയിച്ച് സംരക്ഷിത പ്രകാശവലയം തീർത്ത മണ്ണെടുപ്പ് നടത്തുന്ന സ്ഥലങ്ങളിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നത് തടഞ്ഞു. ജനകീയ പ്രതിരോധ സമിതി കൺവീനർ ജയൻ കുന്നത്തുപുര അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സുകുമാരൻ മാസ്റ്റർ, മുൻ പഞ്ചായത്ത് അംഗം എൽ.സി. ഔസേപ്പ്, യൂത്ത് കോൺഗ്രസ് നേതാവ് അൻസാർ തയ്യൂർ, കോൺഗ്രസ് വാർഡ് വൈസ് പ്രസിഡന്റ് ജയചന്ദ്രൻ തയ്യൂർ, സുരേഷ് തയ്യൂർ, അജീഷ്, യേശുദാസ്, ഉദയൻ കുന്നത്തുപുര എന്നിവർ സംസാരിച്ചു. 2 മാസത്തിനുള്ളിൽ അടുത്ത മഴയ്ക്ക് മുൻപിൽ ഇവിടെ റീറ്റെയിൻ വാൾ ഇതിന് ഉടമസ്ഥൻ ഇവിടെ തയ്യാറാക്കാത്ത പക്ഷം പഞ്ചായത്തിന് മുൻപിലേക്കായിരിക്കും അടുത്ത സമരം എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിയന്ത്രണം വിട്ട ജീപ്പ് പാടത്തേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ ഇയാലിൽ വ്യാഴാഴ്ച അർദ്ധരാത്രി 12 മണിയോടുകൂടിയാണ് അപകടം. ഈരാറ്റുപേട്ട സ്വദേശി സിജോ, മധ്യപ്രദേശ് സ്വദേശി അഫ്ദർ എന്നിവർക്കാണ് പരിക്ക്. പന്നിത്തടത്ത് നിന്ന് കേച്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ജീപ്പ് കൂമ്പുഴ പാലത്തിന് സമീപത്തെ തിരിവിൽ വെച്ചാണ് നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. പരിക്കേറ്റവരെ കേച്ചേരി ആക്സ് ആംബുലൻസ് പ്രവർത്തകരും കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ജീപ്പ് പൂർണ്ണമായും തകർന്നതിനാൽ അഗ്നിരക്ഷാ സേനയുടെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജീപ്പ് വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. വിവരമറിഞ്ഞ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പ്രസിദ്ധമായ ആമക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വെള്ളിയാഴ്ച. ദേവസ്വം കമ്മിറ്റിയുടെയും വിവിധ ആഘോഷ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന ആഘോഷ വരവുകളുണ്ടാകും. പൂരാഘോഷം CCTV പ്രാദേശിക ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രത്യേക പൂജകൾക്ക് തന്ത്രി പാലക്കാട്ടി നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 5 ആനയും പഞ്ചവാദ്യത്തോടുകൂടി ദേവസ്വത്തിന്റെ എഴുന്നള്ളിപ്പ് വൈകിട്ട് 3-ന് ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ആരംഭിക്കും. ദേവസ്വം പഞ്ചവാദ്യത്തിന് ചെറുപ്പുളശ്ശേരി ശിവൻ, കരിയന്നൂർ നാരായണൻ നമ്പൂതിരി, ഹരീഷ് നമ്പൂതിരി, ജയൻ തിരുവില്ലാമല, കുട്ടിനാരായണൻ എന്നിവർ നേതൃത്വം നൽകും. വൈകിട്ട് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 27 ആനകൾ അണിനിരക്കും. സൗത്ത് ന്യൂ ബസാർ ആഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പിന് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ, മലദേശം സെന്റർ കമ്മിറ്റിയുടെ ആഘോഷത്തിന് തിരുവമ്പാടി ചന്ദ്രശേഖരൻ, CK നഗർ കമ്മിറ്റിക്ക് വേണ്ടി പുതുപ്പള്ളി കേശവൻ, വട്ടേനാട് ദേശം സെന്റർ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പിന് പാമ്പാടി രാജനും തിടമ്പുകളേറ്റും. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള വാദ്യാഘോഷങ്ങൾ ഉത്സവത്തിന് മാറ്റുകൂട്ടും. പരമ്പരാഗത കലകളായ തിറ, പൂതം, കരിങ്കാളി, പ്രാചീന വേഷങ്ങൾ, താളമേള വാദ്യങ്ങൾ എന്നിവയും ക്ഷേത്രാങ്കണത്തിലെത്തും. ഷൊർണൂർ ഡിവൈഎസ്പി, ചാലിശ്ശേരി SHO, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ ക്ഷേത്രനഗരിയിൽ യോഗം ചേർന്നു. ഓരോ കമ്മിറ്റികൾക്കും ക്ഷേത്രത്തിനുള്ളിൽ നിശ്ചിത സമയം അനുവദിച്ചിട്ടുണ്ടെന്നും യോഗ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് കമ്മിറ്റികൾ സഹകരിക്കണമെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. മാർച്ച് 14 കാലത്ത് തന്ത്രിപൂജ ഉണ്ടാവും. അത് കഴിഞ്ഞ് പൂരം ഉച്ചയ്ക്ക് 3 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. അതിന് പ്രാദേശിക പൂരങ്ങൾ അതിന് ശേഷം 5:15 മുതൽ ക്ഷേത്ര മൈതാനിയിലെത്തും. 5:15 മുതലാണ് ക്ഷേത്ര മൈതാനിൽ പ്രാദേശിക പൂരങ്ങളെത്തുക. 19 ആനപ്പൂരങ്ങളും ബാക്കി 13 മറ്റ് കാഴ്ചകളുമാണ് ദേവസ്വത്തിൽ ഈ പ്രാവശ്യം എത്തുന്നത്. 96 ദേശത്തു നിന്നായിട്ട് എത്തിച്ചേരുന്നത്. ആനകൾ ഒരു 30 ആനകളാണ് ഇപ്രാവശ്യം രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ഹാഷിഷ് ഓയിലുമായി ചൂണ്ടൽ സ്വദേശിയായ യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി.
ചൂണ്ടൽകുന്ന് സ്രാമ്പിക്കൽ വീട്ടിൽ രഞ്ജിതനെയാണ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കെ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം പിടികൂടിയത്. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എക്സൈസ് നടത്തുന്ന പ്രത്യേക പരിശോധനയിലാണ് 6 ഗ്രാം ഹാഷിഷ് ഓയിലുമായി രഞ്ജിത്ത് പിടിയിലായത്. ചൂണ്ടൽകുന്ന് പരിസരത്ത് നിന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണിയോടെയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ശിവശങ്കരൻ, സുരേഷ്, സിദ്ധാർത്ഥൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സജീഷ്, ശ്രീരാഗ്, റാഫി, സതീഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. വീടുകളുടെ നികുതി സംബന്ധിച്ച ആശയക്കുഴപ്പം പരിഹരിക്കാൻ റവന്യൂ വിഭാഗവുമായി അടിയന്തരമായി യോഗം ചേരുമെന്ന് കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. വ്യാഴാഴ്ച ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കൗൺസിലർമാർ വിഷയം ഉന്നയിച്ചതോടുകൂടിയാണ് ചെയർപേഴ്സൺ ഇക്കാര്യത്തിൽ മറുപടി നൽകിയത്. 640 ചതുരശ്ര അടിയിൽ താഴെ വിസ്തൃതിയിലുള്ള വീടുകളുടെ നികുതി പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് മുമ്പ് നടന്ന കൗൺസിൽ യോഗത്തിൽ വ്യക്തമാക്കിയതായിരുന്നു. എന്നാൽ 640 ചതുരശ്ര അടിയിൽ താഴെയുള്ള വീടുകൾ വീണ്ടും നികുതി അടയ്ക്കേണ്ടവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടതായി കൗൺസിലർമാർ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്നാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അടുത്ത ദിവസം തന്നെ റവന്യൂ വിഭാഗവുമായി യോഗം ചേരുന്നതിന് തീരുമാനിച്ചത്. 100% നികുതി പിരിക്കുന്ന വാർഡുകൾക്ക് വികസനങ്ങൾക്കായി 2 ലക്ഷം രൂപ പ്രത്യേകം അനുവദിക്കും. പ്രസ്തുത വാർഡുകളുടെ കൗൺസിലറെയും പ്രത്യേകം അനുമോദിക്കും. നഗരസഭാ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾക്ക് മുകളിൽ സ്ഥാപിച്ച പരസ്യ ബോർഡുകളുടെ കരാർ കാലാവധി കഴിഞ്ഞിട്ടും നീക്കം ചെയ്യാൻ വൈകുന്നത് പ്രതിപക്ഷ കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടി. ബോർഡുകൾ നീക്കുന്നതിനും നിയമാനുസൃത പിഴ ഈടാക്കുന്നതിനും നടപടി സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. നഗരസഭാ പരിധിയിൽ ജനവാസ മേഖലയിൽ ഭീഷണിയാവുകയും കൃഷിനാശം വരുത്തുകയും ചെയ്യുന്ന പന്നികളെ വെടിവെച്ചു കൊല്ലുന്ന നടപടി തുടരും. സമ്പൂർണ്ണ ശുചിത്വം കൈവരിക്കുന്നതിനായി സ്ഥിരമായി മാലിന്യ നിക്ഷേപം നടക്കുന്ന പൊതു ഇടങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനും തീരുമാനിച്ചു. കൗൺസിൽ യോഗത്തിന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, T സോമശേഖരൻ, AS സുജീഷ്, കൗൺസിലർമാരായ ഷാജി ആലിക്കൽ, ബിജു C ബേബി, ലബീബ് ഹസൻ, ബീന രവി, KK മുരളി, ഗീത ശശി തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. അണ്ടത്തോട് തങ്ങൾപ്പടി 310 ബീച്ചിൽ പ്രവർത്തിച്ചു വന്നിരുന്ന അനധികൃത കള്ളുഷാപ്പിനെ താഴിട്ട് പൂട്ടി പുന്നിയൂർക്കുളം പഞ്ചായത്ത്. ജനവാസ മേഖലയിലെ അനധികൃത കള്ളുഷാപ്പിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറിയുടെ നടപടി. ആക്ഷൻ കൗൺസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി ഷാപ്പ് ഉടമയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഷാപ്പ് പ്രവർത്തനം നിർത്തിയിരുന്നില്ല. തുടർന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ പുന്നിയൂർക്കുളം പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത, JS ജയകുമാർ, വടക്കേക്കാട് പോലീസ് SHO അനിൽകുമാർ, SI യൂസഫ്, രാജൻ, നസൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരെത്തിയാണ് ഷാപ്പ് പ്രവർത്തനം നിർത്തിവെപ്പിച്ച് അടച്ചുപൂട്ടിച്ചത്. അനധികൃത കള്ളുഷാപ്പ് അടച്ചുപൂട്ടിയതിനെ തുടർന്ന് ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ പ്രദേശത്ത് ആഹ്ലാദ പ്രകടനം നടത്തി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലതയുടെ നേതൃത്വത്തിൽ അധികൃതർ വടക്കേക്കാട് പോലീസിന്റെ സംരക്ഷണത്തിൽ കള്ളുഷാപ്പ് പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ച് പൂട്ടി സീൽ ചെയ്തത്. CPM ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് ജനകീയ സമരസമിതി രൂപീകരിച്ച് കള്ളുഷാപ്പിനെതിരെ പ്രതിഷേധ സമരവും അധികൃതർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് 1-ന് പഞ്ചായത്ത് കള്ളുഷാപ്പ് പ്രവർത്തനം നിർത്തിവെക്കാൻ നോട്ടീസ് നൽകിയിരുന്നു. ഇത് മുഖവിലക്കെടുക്കാതെ പ്രവർത്തനം നടത്തുന്നതിനിടെയാണ് വ്യാഴാഴ്ച പഞ്ചായത്ത് അധികൃതർ എത്തി താഴിട്ട് പൂട്ടിയത്. വിവരമറിഞ്ഞ് പ്രദേശത്ത് സ്ത്രീകളടക്കം നിരവധി പേരാണ് തടിച്ചുകൂടിയത്. ആക്ഷൻ കൗൺസിൽ കൺവീനറും വാർഡ് മെമ്പറും കൂടിയായ KH ആബിദ്, ചെയർമാൻ ചന്ദ്രശേഖരൻ, 1-ാം വാർഡ് മെമ്പർ സജിത ജയൻ തുടങ്ങി അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ഇനി ഗുരുവായൂർ ഉത്സവ വിശേഷം. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രസാദ ഊട്ടിന്റെ 4ാം ദിവസമായ വ്യാഴാഴ്ച ഉത്സവക്കഞ്ഞിയും മുതിരപ്പുഴുക്കും ഉൾപ്പെടുന്ന പ്രസാദ ഊട്ടിന് വൻ തിരക്ക്. സിനിമാ നടൻ ദേവൻ, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ എന്നിവർ പ്രസാദ ഊട്ടിൽ പങ്കെടുത്തു. കൗൺസിലർമാരായ TS സൂരജ്, KP ഉദയൻ, മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. 2ാം ദിവസം 18,000 പേരും 3ാം ദിവസം 19,000-ലധികം പേരും പ്രസാദ ഊട്ടിൽ പങ്കാളികളായി.
ഗുരുവായൂർ ഉത്സവത്തിന്റെ ഭാഗമായി GOP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറി. LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള 172 വിദ്യാർത്ഥികളാണ് കൃഷ്ണഭക്തി ഗാനങ്ങൾക്കൊത്ത് കോൽക്കളിയോടെ സംഘനൃത്തം ചവിട്ടിയത്. പ്രധാനാധ്യാപിക സിന്ധു, അധ്യാപകർ, രക്ഷിതാക്കൾ, നൃത്താധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിൽ ആണ് കലാവിരുന്ന് ഒരുക്കിയത്. തുടർന്ന് അധ്യാപികമാരുടെ നൃത്തവും അരങ്ങേറി. കൃഷിനാശം വരുത്തിയ 14 കാട്ടുപന്നികളെ കുന്നംകുളത്ത് വെടിവെച്ചു കൊന്നു. കർഷകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക പരിശീലനം നേടിയ സംഗീതിന്റെ നേതൃത്വത്തിലുള്ള സംഘം കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെ പന്നികളെ പിടികൂടുന്ന പ്രവൃത്തി ആരംഭിച്ചിരുന്നു. കാണിയാമ്പാൽ, നെഹ്റു നഗർ, ആർത്താറ്റ്, ചീരംകുളം എന്നിവിടങ്ങളിൽ നടത്തിയ തിരച്ചിലാണ് 14 കാട്ടുപന്നികളെ കണ്ടെത്തി വെടിവെച്ചു കൊന്നത്. മേഖലയിൽ ഇവയുടെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ നിരവധി തവണ കർഷകർ നഗരസഭയിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കൗൺസിലർമാരായ ലബീബ് ഹസൻ, സുനിൽ കുമാർ, ഷബീർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രവീൺ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. പിടികൂടിയ കാട്ടുപന്നികളെ ശാസ്ത്രീയമായി സംസ്കരിക്കുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. നഗരസഞ്ചയ പദ്ധതിയിൽ 2 കോടി രൂപ ചെലവിട്ട് തണത്തറ തോട് മുതൽ മുട്ടിപ്പാലം വരെ നടത്തുന്ന തോട് നവീകരണത്തിനും തടയണ നിർമ്മാണത്തിനും വേണ്ടിയുള്ള കരാർ നടപടികൾ പൂർത്തിയായി. കടവല്ലൂരിലെ കർഷകരുടെ ദീർഘകാല ആവശ്യമായിരുന്നു തോട് നവീകരണം. കടവല്ലൂർ പഞ്ചായത്തിലെ നെൽകൃഷി നിലനിർത്തുന്നതിന് തോടുകളുടെ നവീകരണമടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യപ്പെട്ട് കർഷകർ തോട്ടിലിറങ്ങി നിൽപ്പ് സമരം നടത്തിയത് വലിയ വാർത്തയായിരുന്നു. MLA അടക്കമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കർഷകരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ തോട് നവീകരണം ഉടൻ പൂർത്തിയാക്കാം എന്ന ഉറപ്പിനു ശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. ഇത് കഴിഞ്ഞ് 3 വർഷം പിന്നിട്ടെങ്കിലും നാമമാത്രമായ പ്രവൃത്തികൾ മാത്രമാണ് പാടശേഖരങ്ങളിൽ നടത്തിയത്. ഫണ്ടിന്റെ പോരായ്മയാണ് കാരണമായി പറഞ്ഞിരുന്നത്. കഴിഞ്ഞ 2 ബജറ്റിലും മുട്ടിപ്പാലം പദ്ധതി പരാമർശിച്ചെങ്കിലും തുക വകയിരുത്തിയില്ല. ഇത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. തോട് നവീകരണം ആവശ്യപ്പെട്ട് കർഷകർ വീണ്ടും സമരത്തിലേക്ക് നീങ്ങുമെന്ന ഘട്ടമായപ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നഗരസഞ്ചയ പദ്ധതിയിൽ പണം ലഭിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയത്. പഞ്ചായത്ത് 1.5 വർഷത്തോളം നടത്തിയ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് തുക അനുവദിച്ചതും പദ്ധതി ഇപ്പോൾ പ്രാബല്യത്തിൽ വരുന്നതും എന്ന് പ്രസിഡന്റ് പറഞ്ഞു. പൊളിഞ്ഞുകിടക്കുന്ന മുട്ടിപ്പാലം തടയണയുടെ പുനർനിർമ്മാണവും തണത്തറ മുതൽ മുട്ടിപ്പാലം വരെ തോടിന്റെ ആഴവും വീതിയും കൂട്ടി ജലസംഭരണശേഷി വീണ്ടെടുക്കലുമാണ് പദ്ധതിയുടെ ഉദ്ദേശം. ഈ വേനലിൽ തന്നെ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പൂർത്തിയാകുന്നതോടെ കടവല്ലൂർ, ചാലിശ്ശേരി എന്നീ പഞ്ചായത്തുകളിലെ 400 ഏക്കർ നെൽകൃഷി നേരിടുന്ന ജലക്ഷാമത്തിന് പരിഹാരമാകും. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ ഇൻസ്പയർ അവാർഡിന് അർഹനായ C. മുഹമ്മദ് റയീസ് ഖുറൈഷിയെ പുന്നൂർ K. കരുണാകരൻ ഫൗണ്ടേഷൻ ആദരിച്ചു. ചെയർമാൻ ബിനേഷ് വലിയകത്ത് പൊന്നാട അണിയിച്ചു. ജനറൽ കൺവീനർ KH സുൽത്താൻ, ട്രഷറർ അലി തണ്ണിത്തുറയ്ക്കൽ, വൈസ് ചെയർമാൻ ഷാഹുൽ പള്ളത്ത്, താച്ചു കരിയാടൻ, ഷഹീർ പടിഞ്ഞാറയൽ, യൂസഫ് തണ്ണിത്തുറയ്ക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ വീട്ടിലെത്തിയാണ് ആദരമർപ്പിച്ചത്. മമ്മിയൂർ LF CUPS സ്കൂൾ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ റയീസ് മന്ദലാകുന്ന് ഹസൈനാരകത്ത് മുഹമ്മദ് സലീം റോഷ്ന ദമ്പതികളുടെ മകനാണ്. തൂങ്ങിമരണം തടയുവാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ച ഉപകരണം നിർമ്മിച്ചതിനാണ് അവാർഡ്. സ്കൂൾ വിദ്യാർത്ഥികളുടെ നൂതന ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നൽകുന്ന അംഗീകാരമാണ് ഇൻസ്പയർ പുരസ്കാരം. ചൂണ്ടൽ പഞ്ചായത്ത് 15ാം വാർഡ് തൂവാനൂരിലെ 52 നമ്പർ അംഗൻവാടിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. തൂവാനൂർ പഴയപാലം റോഡിൽ കേച്ചേരി പുഴയോരത്തിന് സമീപം നിർമ്മിക്കുന്ന അംഗൻവാടിയുടെ നിർമ്മാണോദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയർ M. ധന്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഹസനുൽ ബന്ന, സുനിത ഉണ്ണികൃഷ്ണൻ, ജുല്ലറ്റ് വിനു, അങ്കണവാടി അധ്യാപിക ഷീജ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. തൂവാനൂർ സ്വദേശി രായമരക്കാർ വീട്ടിൽ ഇസഹാക്ക് സൗജന്യമായി വിട്ടുനൽകിയ 3 സെന്റ് ഭൂമിയിലാണ് അങ്കണവാടി കെട്ടിടം നിർമ്മിക്കുന്നത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ച 10 ലക്ഷം രൂപയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള 8 ലക്ഷം രൂപയും ശിശുക്ഷേമ വകുപ്പ് അനുവദിച്ച 2 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് അങ്കണവാടിക്ക് കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നത്. പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, പ്രദേശവാസികൾ, അങ്കണവാടി ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അങ്കണവാടിയിലെ കുരുന്നുകൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അങ്കണവാടി കെട്ടിടം നിർമ്മിക്കുന്നത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ CPMന്റെ ഭരണപരാജയങ്ങൾ മറച്ചുവെക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ വാർഡ് മെമ്പർമാർക്കെതിരെ നടത്തുന്ന കുപ്രചരണങ്ങളിലും അഴിമതി ആരോപണങ്ങളിലും പ്രതിഷേധിച്ച് ധർണ സംഘടിപ്പിച്ചു. 17ാം വാർഡ് വായനശാല പരിസരത്ത് നടത്തിയ ധർണ മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് TP ദേവസി അധ്യക്ഷത വഹിച്ചു. PS സുനീഷ് മുഖ്യപ്രഭാഷണം നടത്തി.
വാർഡ് മെമ്പർ MC ഐജു, TK ദേവസി, അജു നെല്ലുവായ്, K ഗോവിന്ദൻകുട്ടി, അനിത വിൻസെന്റ്, ഫ്രിജോ വടക്കൂട്ട്, MA ഉസ്മാൻ, മീന സലമോൻ തുടങ്ങിയവർ സംസാരിച്ചു. CPM-ന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണമുന്നണിയുടെ അഴിമതിയെ തുറന്നു കാണിക്കുന്ന സമരങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ പഞ്ചായത്തിൽ നിരവധിയായി നടത്തുകയുണ്ടായി. അതിന്റെയൊക്കെ പ്രതികാര ബുദ്ധി എന്നോളം കോൺഗ്രസിന്റെ മെമ്പർമാരെ അവർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ നടത്തി പൊതുമധ്യത്തിൽ അവർക്കെതിരെ ആരോപണ രീതിയിലുള്ള പോസ്റ്ററുകളും മറ്റും പതിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തന ഊർജം നിർവീര്യമാക്കുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങളുമായി ഇവിടുത്തെ CPM-ന്റെ നേതൃത്വം മുന്നോട്ട് വന്നപ്പോൾ അവർക്കൊരു താക്കീത് എന്ന നിലക്ക് മാത്രമാണ് ഇന്ന് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു പ്രതിഷേധ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ചെളിക്കുളമായി മറ്റം വാഗ റോഡ് മാസങ്ങൾക്ക് മുൻപ് BMBC നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡാണ് ചെളിക്കുളമായി മാറിയിരിക്കുന്നത്. ദേശീയപാത നിർമ്മാണത്തിനായി കൊണ്ടുപോകുന്നതിനിടെ റോഡിലേക്ക് വീണ മണ്ണും കഴിഞ്ഞ ദിവസം പെയ്ത മഴയെ തുടർന്നുള്ള വെള്ളവും കൂടിച്ചേർന്നതോടെയാണ് റോഡ് പൂട്ടിയ കണ്ടത്തിന് സമാനമായി മാറിയത്. മണ്ണും വെള്ളവും ചേർന്ന് കുഴമ്പ് പരുവമായ ചെളി റോഡിൽ നിറഞ്ഞതോടെ ഇതുവഴി കാൽനടയാത്ര പോലും ദുസ്സഹമായ സ്ഥിതിവിശേഷമായിരുന്നു. വാഗ ചേലൂർ അതിർത്തിക്കടുത്തുള്ള കുന്നിടിച്ചാണ് മാസങ്ങളായി ഇവിടെ നിന്ന് മണ്ണ് കൊണ്ടുപോകുന്നത്. മണ്ണ് കൊണ്ടുപോകൽ ആരംഭിച്ചതിനുശേഷം നിരവധിയായ അപകടങ്ങളും ഇതിനകം ഈ റോഡിൽ സംഭവിച്ചു കഴിഞ്ഞു. വെള്ളവും മണ്ണും ചേർന്നുള്ള മിശ്രിതം കുഴമ്പിന് സമാനമായി റോഡിൽ നിറഞ്ഞതോടെ ഇരുചക്രവാഹന യാത്രികർ മേഖലയിൽ തെന്നി വീഴുന്നത് നിർബാധം തുടരുകയാണ്. പകൽ സമയങ്ങളിൽ ഇവിടെ നിന്ന് മണ്ണ് കൊണ്ടുപോകുന്നത് പ്രദേശവാസികളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ്. ദിനംപ്രതി 50ഓളം ടോറസ് ലോറികളാണ് ചേലൂരിൽ നിന്ന് മണ്ണുമായി റോഡ് നിർമ്മാണം നടക്കുന്ന മേഖലയിലേക്ക് പോകുന്നത്. ടോറസ് ലോറികളിൽ ഉൾക്കൊള്ളാവുന്നതിലുമധികം മണ്ണ് നിറച്ചു പോകുന്നതിനാൽ വാഹനത്തിൽ നിന്നും റോഡിലേക്ക് മണ്ണ് വീഴുന്നത് പതിവാണ്. മണ്ണിന്റെ പൊടി ശക്തമായ കാറ്റിൽ സമീപത്തെ വീടുകളിലേക്ക് എത്തുന്നുണ്ടെന്ന പരാതിയെ തുടർന്ന് കരാറുകാരൻ റോഡിൽ വീണുകിടക്കുന്ന മണ്ണിന് മുകളിലേക്ക് വെള്ളമൊഴിക്കുന്നതും റോഡ് ചെളിക്കുളമായി മാറുന്നതിന് കാരണമാകുന്നുണ്ട്. വിദ്യാലയങ്ങളിലേക്കുള്ള കുട്ടികളും ജോലിക്ക് പോകുന്നവരും യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന റോഡിൽ ചെളി നിറഞ്ഞ് യാത്ര ചെയ്യാൻ പോലുമാകാത്ത സാഹചര്യമാണുള്ളത്. മാസങ്ങളായി പ്രദേശവാസികൾ അനുഭവിക്കുന്ന ഈ ദുരിതാവസ്ഥയ്ക്കു നേരെ കണ്ണടയ്ക്കുന്ന സമീപനമാണ് അധികാരികളുടെ ഭാഗത്തു നിന്നുമുള്ളത്. പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമാകുമ്പോൾ റോഡ് വെള്ളമൊഴിച്ചു കഴുകി തടിതപ്പുകയാണ് കരാറുകാരനും തൊഴിലാളികളും. ഗുരുവായൂർ നഗരസഭ 27-ാം വാർഡിൽ തിരുവെങ്കടത്ത് ഹൗസിംഗ് ബോർഡ് പരിസരത്ത് നിർമ്മാണം പൂർത്തീകരിച്ച ധോനി റോഡിന്റെ ഉദ്ഘാടനം ചെയർമാൻ M കൃഷ്ണദാസ് നിർവഹിച്ചു. വാർഡ് കൗൺസിലർ VK സുജിത്ത് അധ്യക്ഷത വഹിച്ചു. ബാലൻ വാർനാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. സേതു തിരുവെങ്കിടം, ശശി വാർനാട്ട്, രാധാപാലിയത്ത്, T ചന്ദ്രശേഖരൻ, ഉണ്ണി മുല്ലപ്പള്ളി, ശ്രീദേവി ബാലൻ, കാഞ്ഞുള്ളി ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. മധുര വിതരണവുമുണ്ടായി. അപകടത്തിൽപ്പെട്ട് അരയ്ക്ക് താഴെ തളർന്ന അവസ്ഥയിലുള്ള പൊതുപ്രവർത്തകനും അർബൻ ബാങ്ക് ജീവനക്കാരനുമായിരുന്ന മഹേഷ് പാലിയത്ത് എന്ന വ്യക്തിക്ക് വീൽചെയർ യാത്രയ്ക്ക് കൂടി ഇതോടെ മികച്ച സൗകര്യം ഒരുങ്ങി. സർവശിക്ഷ കേരള ചാവക്കാട് BRCയുടെ ആഭിമുഖ്യത്തിൽ ഉൾച്ചേരൽ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി അധ്യാപകർക്കായി ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചു. കുട്ടികളിലെ വെല്ലുവിളികൾ, സമുചിത സമയം കണ്ടെത്തൽ, സഹവിദ്യാർത്ഥികളുടെ കൈത്താങ്ങ് എന്ന വിഷയത്തെ ആസ്പദമാക്കി 83 വിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് സർവശിക്ഷ കേരള ചാവക്കാട് BRCയുടെ നേതൃത്വത്തിൽ ദ്വിദിന ശാക്തീകരണ ശില്പശാലയാണ് നടത്തിയത്. ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശില്പശാല നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ ഉദ്ഘാടനം ചെയ്തു. BRC ക്ലസ്റ്റർ കോർഡിനേറ്റർ ബിജി ചാക്കോ സ്വാഗതം പറഞ്ഞു. സമൂഹത്തിലും ക്ലാസ് മുറികളിലും വ്യത്യസ്ത നിലവാരത്തിലുള്ളവരെയും വിവിധ തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നവരെയും യഥാസമയം കണ്ടെത്തി അനുയോജ്യമായ പിന്തുണയും നീതി ഉറപ്പുവരുത്തി മുഴുവൻ കുട്ടികളെയും ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ മാറ്റിയെടുക്കുക എന്നതാണ് പരിശീലനം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. 2 ബാച്ചുകളിലായി നടക്കുന്ന അധ്യാപക പരിശീലന ക്ലാസുകൾക്ക് ജിജി ജോസി, ജോത്സന ജെ മുളയ്ക്കൽ, റീജ ജോബി, ഗ്രീഷ്മ VJ എന്നിവർ നേതൃത്വം നൽകി. ബുധനാഴ്ച ആരംഭിച്ച ക്ലാസുകൾ വ്യാഴാഴ്ച വൈകിട്ട് സമാപിച്ചു. തലപ്പള്ളി താലൂക്ക് വ്യവസായ ഓഫീസും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് അൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG പ്രമോദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ ലളിത ഗോപി, ശാരി ശിവൻ, ബ്ലോക്ക് മെമ്പർമാരായ സ്വപ്ന റഷീദ്, മുഹമ്മദ് ഷാഫി, KK മണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സംരംഭകർ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ PV ആസാദ് ക്ലാസ് നയിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ റോജിമോൻ TR സ്വാഗതവും പഞ്ചായത്ത് എന്റർപ്രണർ ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് സുവീഷ്ണ നന്ദിയും പറഞ്ഞു.
തൃശൂർ എലിംസ് കോളേജിലെ ഹോളി ആഘോഷത്തിനിടയിൽ വിദ്യാർത്ഥിക്ക് നേരെ ആക്രമണം. പരിക്കേറ്റ വിദ്യാർത്ഥി പെരുമ്പടപ്പ് പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം നടന്ന ഹോളി ആഘോഷത്തിനിടയിലാണ് വിദ്യാർത്ഥിക്ക് നേരെ ആക്രമണമുണ്ടായത്. BC 1ാം വർഷ വിദ്യാർത്ഥിയായ ആറ്റുപുറം കണ്ണത്തിൽ ഫൽഷീറിന് നേരെയാണ് 2ാം വർഷ വിദ്യാർത്ഥികൾ യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമിച്ചത് എന്ന് പരാതിയിൽ പറയുന്നു. തോളിനും കൈക്കുഴയ്ക്കും പരിക്കേറ്റ വിദ്യാർത്ഥി പുത്തൻപള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പെരുമ്പടപ്പ് പോലീസിൽ പരാതി നൽകി. വേലൂരിൽ മരം മുറിക്കാൻ കയറിയ തൊഴിലാളി പരിക്ക് പറ്റി മരത്തിന് മുകളിൽ കുടുങ്ങി. ഒടുവിൽ ഫയർഫോഴ്സുകാർ എത്തിയാണ് തൊഴിലാളിയെ താഴെ എത്തിച്ചത്. വേലൂർ പഞ്ചായത്തിലെ 12ാം വാർഡിൽ വാഴപ്പിള്ളി ജോസിന്റെ പറമ്പിൽ മരം മുറിക്കാനെത്തിയ ദേശമംഗലം സ്വദേശി തലശ്ശേരി വീട്ടിൽ രാജഗോപാലാണ് മരത്തിനു മുകളിൽ കുടുങ്ങിയത്. ഏകദേശം 40 അടി ഉയരമുള്ള മാവ് മുറിച്ചു മാറ്റുന്നതിനായാണ് തൊഴിലാളി മുകളിൽ കയറിയത്. എന്നാൽ ശാഖകൾ വെട്ടിമാറ്റുന്നതിനിടയിൽ മരക്കൊമ്പ് തലയിൽ തട്ടി മുറിവേൽക്കുകയായിരുന്നു. തുടർന്ന് താഴേക്കിറങ്ങാൻ കഴിയാതെ വരികയും നാട്ടുകാരുടെ സഹായം തേടുകയും ചെയ്തു. ഉയരം കൂടുതലുള്ളതിനാൽ ഇദ്ദേഹത്തെ താഴെയിറക്കാൻ നാട്ടുകാർക്കും കഴിഞ്ഞില്ല. തുടർന്ന് വാർഡ് മെമ്പർ CD സൈമന്റെ നേതൃത്വത്തിൽ കുന്നംകുളം ഫയർഫോഴ്സിൽ വിവരമറിയിച്ചു. വളരെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നാട്ടുകാരുടെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും സഹായത്താൽ അതിസാഹസികമായാണ് രക്ഷപ്പെടുത്തിയത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ BS അജീഷ് കുമാർ, ശ്രീജിത്ത് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ആളൂർ പുറവക്കോട് ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കും. രാവിലെ നട തുറക്കലിനെ തുടർന്ന് വിശേഷാൽ പൂജകളുണ്ടാകും. 7 മണിക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി എടക്കളത്തൂർ പൈനോട്ടുമന ഹരിനാരായണൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ നവകം, പഞ്ചഗവ്യം തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കായി രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തമ്പോലം, കാവടി എന്നിവ എഴുന്നള്ളിച്ച് ഗ്രാമപ്രദക്ഷിണം ചെയ്ത് ക്ഷേത്രത്തിലെത്തി സമാപിക്കും. ആഘോഷങ്ങൾക്ക് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ശശി കോട്ടയിൽ, ഷാജു പുല്ലാനി പറമ്പത്ത്, ദിനേശ് മുളനാട്ട് എന്നിവർ നേതൃത്വം നൽകും. അറിയിപ്പ്. കേരള വാട്ടർ അതോറിറ്റി PH സെക്ഷൻ കുന്നംകുളം ഓഫീസിന് കീഴിലുള്ള കുന്നംകുളം മുനിസിപ്പാലിറ്റി, ചൂണ്ടൽ, കടവല്ലൂർ, പോറക്കുളം, പുന്നിയൂർ, പുന്നിയൂർക്കുളം, വടക്കേക്കാട് എന്നീ പഞ്ചായത്തുകളിലെ വാട്ടർ അതോറിറ്റി ഉപഭോക്താക്കൾ മാർച്ച് 25-ന് മുൻപായി കുടിശ്ശിക അടച്ച ഡിസ്കണക്ഷൻ നടപടികളിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണെന്ന് കുന്നംകുളം PH സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. പ്രവർത്തനരഹിതമായ മീറ്ററുകൾ മാറ്റി സ്ഥാപിക്കേണ്ടതും ഉടമസ്ഥാവകാശം മാറ്റാനുള്ളവർ എത്രയും പെട്ടെന്ന് മാറ്റണമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. കുട്ടഞ്ചേരി GLP സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാന അധ്യാപിക KM ശ്രീജാബായ്, PTA പ്രസിഡന്റ് OV ഷനോജ്, അധ്യാപിക ജീന ടീച്ചർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ കുട്ടികൾ അവതരിപ്പിച്ചു. ചൊവ്വന്നൂർ പഞ്ചായത്ത് 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുണഭോക്താക്കൾക്ക് പോത്തുകുട്ടി വിതരണം നടത്തി. 145 മുതൽ 160 കിലോ തൂക്കം വരുന്ന പോത്തുകുട്ടികളെയാണ് കർഷകർക്ക് നൽകിയത്. പഞ്ചായത്ത് ഭരണസമിതി 2.5 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയത്. പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NS സുമേഷ് അധ്യക്ഷനായി. മെമ്പർമാരായ പ്രമോഷ് കുമാർ, ഷഹർബാൻ, അജിത വിശാൽ, മൃഗാശുപത്രി ജീവനക്കാരായ ഡോക്ടർ KV പ്രമിന, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ അഞ്ജന ജോഷി, സുധ എന്നിവർ പങ്കെടുത്തു. അഭിനയത്തികവിൽ പ്രേക്ഷകരെ കണ്ണുനീരണിയിച്ച് വീട്ടുമുറ്റത്തെ നാടകം. അഭിനയം ജീവിതവുമായി മാറുന്ന അവസ്ഥ പലപ്പോഴും സംഭവ്യമാണ്. മൂക്കുത്തി എന്ന നാടകത്തിൽ പ്രേക്ഷകർക്ക് മുൻപിൽ നാടകം സത്യമാകുന്നു. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് നാടകം അവതരിപ്പിക്കപ്പെട്ടത്. ഞാൻ പാട്ട് പാടിയിട്ട് മോളുറങ്ങ് അച്ഛ പാട്ട് പാടി തരാട്ടാ. തുടങ്ങിക്കോ. പാട്ടോ പാട്ടോ തോറ്റോ ചൊല്ലി തുണയാവാത്തതെങ്ക് ആണ്ടോടാണ്ടും പൂജയും വഴിപാടും ചെയ്യും ഞങ്ങളെ മറന്നു മറന്നു വേലൂർക്കാർക്ക് നാടകമെന്നാൽ അത് ജീവവായു പോലെയാണ്. ചിത്രകലയായാലും ശില്പകലയായാലും എല്ലാം നാടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നാടകോത്സവത്തിന്റെ ഭാഗമായി സമൂഹ ചിത്രരചനയും ക്യാമ്പും ശില്പ പ്രദർശനവുമൊക്കെ സംഘടിപ്പിക്കപ്പെടുന്നത്. നാടകോത്സവത്തിന് മുമ്പ് പ്രചരണത്തിനായുള്ള വീട്ടുമുറ്റത്തെ നാടകവും തികച്ചും പ്രാദേശികമാണ്.
മനുഷ്യന്റെ നൂറ്റാണ്ട് മുമ്പെയുള്ള സർഗചേതനയുടെ ആവിഷ്കാരമായ നാടകങ്ങൾ പല തലങ്ങളിലും ചിന്തയിലും ആവിഷ്കാരത്തിലും പുത്തനാശയങ്ങൾ പങ്കുവച്ചിരുന്നു. ഇതിന്റെ പിന്തുടർച്ചയുടെ പാതയിലാണ് ആധുനിക നാടകങ്ങളും. വേലൂരിലെ കലാകാരന്മാരാണ് നാടകത്തിന്റെ അണിയറ പ്രവർത്തകർ. രചനയും സംവിധാനവും അരങ്ങിലുമെല്ലാം പ്രദേശത്തുള്ളവർ തന്നെ. ജീവിതത്തിന്റെ നാൾവഴിയിലെ ദുരിതവും ദുരന്തങ്ങളും നാടകം എടുത്തു കാണിക്കുന്നു. മകളുടെ അവസാന ആഗ്രഹം നിറവേറ്റാൻ അവളുടെ അവസാന യാത്രയ്ക്കണിയുവാൻ കടയിൽ മൂക്കുത്തി വാങ്ങാൻ വരുന്നതുമായാണ് നാടകം പുരോഗമിക്കുന്നത്. നാടൻപാട്ടിന്റെ ശീലുകൾ നാടകത്തെ സമ്പന്നമാക്കുന്നു. സുജിത്ത് ചന്ദ്രശേഖരനാണ് രചനയും സംവിധാനവും നിർവഹിക്കുകയും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ബസു സുബി, പ്രകാശൻ തയ്യൂർ, രാംപാണ്ഡെ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. ഗ്രാമകം ജനറൽ കൺവീനർ സുധീഷ്, പ്രചരണം കൺവീനർ CF രാജു തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത്. ഗ്രാമകം നാടകോത്സവം ഏപ്രിൽ 4 മുതൽ 8 വരെയാണ് നടക്കുന്നത്. കണ്ടാലശ്ശേരി മ്യൂസിക് ആർട്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമവും സമാദരണവും സംഘടിപ്പിച്ചു. മാക് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കർമ്മശ്രീ പുരസ്കാര ജേതാവ് അഡ്വക്കേറ്റ് രവി ചങ്കത്തിനെ സംഗീത കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. തുടർന്ന് റംസാൻ വ്രതാചരണത്തിന്റെ ഭാഗമായി ഇഫ്താർ സംഗമം നടത്തി. ഗുരുവായൂർ ACP TS സിനോജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നടൻ ശിവജി ഗുരുവായൂർ രവി ചങ്കത്തിന് ഉപഹാരം സമ്മാനിച്ചു. മാക് പ്രസിഡന്റ് സത്യാനന്ദൻ K. ശങ്കർ അധ്യക്ഷനായി. ഉസ്താദ് അബ്ബാസ് സക്കാഫി സന്ദേശം നൽകി. എളവള്ളി നന്ദൻ, അജയ് ഘോഷ്, ജവഹർ കണ്ടാണശ്ശേരി, V. അച്യുതക്കുറുപ്പ്, അഹമ്മദ് ഇബ്രാഹിം, PJ സ്റ്റൈജു, ബാലൻ വാർനാട്ടെ തുടങ്ങിയവർ സംസാരിച്ചു. രവി ചങ്കത്ത് മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് തൃശൂർ പാർത്തൻ, സുരേഷ് ശങ്കർ, ഓമനക്കുട്ടൻ, ആര്യ സുഭാഷ് എന്നിവർ നയിച്ച സംഗീത നിശയും ഉണ്ടായി. ലോക വൃക്ക ദിനത്തിൽ കഴിഞ്ഞ 3 വർഷക്കാലമായി ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസിന് വിധേയനാകുന്ന ആനയ്ക്കൽ നാരേറി ബാലനെ കുന്നംകുളം ഷെയർ കെയർ ചാരിറ്റബിൾ സൊസൈറ്റി കൃത്രിമക്കാൽ സമ്മാനിച്ചു. കാലിലുണ്ടായ ചെറിയ മുറിവ് ഉണങ്ങാത്തതിനെ തുടർന്ന് 6 മാസങ്ങൾക്ക് മുൻപാണ് വലതുകാൽ മുട്ടിനു താഴെ മുറിച്ചു മാറ്റേണ്ടി വന്നത്. തുടർന്ന് ഡയാലിസിസിന് പോകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പരസഹായം ആവശ്യമായി വന്നു. കാലിന്റെ ചികിത്സയ്ക്കായി ഭീമമായ തുക ചെലവഴിക്കേണ്ടിയും വന്നു. അതോടൊപ്പം തന്നെ ആഴ്ചയിൽ നടത്തുന്ന ഡയാലിസിസിന്റെ ചിലവും കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഒരു കൃത്രിമ കാലുകൂടി വെക്കാനുള്ള കുടുംബത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് ഷെയർ കെയർ ചാരിറ്റബിൾ സൊസൈറ്റി അത്യാധുനിക രീതിയിലുള്ള കൃത്രിമക്കാൽ കൈമാറിയത്. ഷെയർ കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ ലബീബ് ഹസൻ ബാലന്റെ വീട്ടിലെത്തിയാണ് കൃത്രിമക്കാൽ സമ്മാനിച്ചത്. ഷമീർ ഇഞ്ചിക്കാലയിൽ, സക്കറിയ ചീരൻ, ജിനേഷ് തെക്കേക്കര, ഡെജോ ചീരൻ, P. സതീഷ് കുമാർ എന്നിവരും സന്നിഹിതരായിരുന്നു. വേലൂർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കായി കട്ടിൽ വിതരണം നടത്തി. തണ്ടിലം ഗ്രാമസഭാ ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ദിലീപ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ വിമല നാരായണൻ, ബിന്ദു ശർമ്മ, PA സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലെ 150 ഗുണഭോക്താക്കൾക്കാണ് കട്ടിൽ വിതരണം ചെയ്തത്. ചൂണ്ടൽ പഞ്ചായത്തിലും അഴുവഞ്ചേരിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച കൺസ്യൂമർ ഫെഡ് ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസി പുതിയ അക്കാദമി ബ്ലോക്കിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. രാവിലെ 10:30 ഫാർമസി ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ സഹകരണ ദേവസ്വം മന്ത്രി VN വാസവൻ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ D. സജിത് ബാബു IAS മുഖ്യപ്രഭാഷണം നിർവഹിക്കും. കൺസ്യൂമർ ഫെഡ് മാനേജിംഗ് ഡയറക്ടർ M. സലിം റിപ്പോർട്ട് അവതരിപ്പിക്കും. കേരള ആരോഗ്യ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ S. ഗോപകുമാർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനം നിർവഹിക്കും. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിക്കും. കേരള ആരോഗ്യ സർവകലാശാലയുടെയും ഫാർമസി കൗൺസിലിന്റെയും അംഗീകാരത്തോടെ നടപ്പിലാക്കുന്ന B.Pharm, D.Pharm കോഴ്സുകളിലായി 400ഓളം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസിയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായാണ് സർക്കാർ ധനസഹായത്തോടെ പുതിയ അക്കാദമിക് ബ്ലോക്ക് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്.
വടക്കേക്കാട് കൗക്കാനപ്പെട്ടി LP സ്കൂളിലെ പഠനോത്സവം ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു പള്ളിക്കര ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷസീന അധ്യക്ഷത വഹിച്ചു. MPTA പ്രസിഡന്റ് റംലത്ത്, BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നീതു, SRG കൺവീനർ വത്സ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ ഇനം പരിപാടികൾ പഠനോത്സവത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചു. അധ്യാപകരായ നമിത, ഷഹന, ഷബീറ, ലീന എന്നിവർ നേതൃത്വം നൽകി. 2024-2025 അധ്യയന വർഷം കുട്ടികൾ ആർജിച്ചെടുത്ത പഠന മികവിന്റെ ഭാഗമായി വ്യത്യസ്തമായ കലാപരിപാടികൾ അവതരിപ്പിക്കപ്പെട്ടു. വിദ്യാർത്ഥികൾ വളരെ ആവേശത്തോടെയാണ് പഠനോത്സവത്തിൽ പങ്കെടുത്തത്. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ട്രോഫികൾ സമ്മാനിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ ജിജോ സ്വാഗതവും ബിജോയ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. പേരകം പൂക്കോട് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കൊയ്ത്തുത്സവം നടത്തി. വ്യാഴാഴ്ച വൈകിട്ട് 5:30 കുറുവായി പറമ്പിൽ നടത്തിയ ചടങ്ങ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, മുൻ നഗരസഭാ ചെയർമാൻമാരായ TT ശിവദാസൻ, KP വിനോദ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. പ്രതികൂല കാലാവസ്ഥയിലും വളരെ കഷ്ടപ്പെട്ട് കൃഷിയിറക്കിയ പാടശേഖര സമിതിയെയും കർഷകരെയും MLA അഭിനന്ദിച്ചു. പൂക്കോട് കൃഷിഭവൻ ഓഫീസർ P റിജിത്ത് പദ്ധതി വിശദീകരണം നടത്തി. ജോഫി കുര്യൻ സ്വാഗതവും MD സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. കൗൺസിലർമാരായ AM ഷഫീർ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, AS മനോജ്, A സായിനാഥൻ, A സുബ്രഹ്മണ്യൻ, ഫൈസൽ പൊട്ടത്തയിൽ തുടങ്ങിയവരും പേരകം ബാങ്ക് പ്രസിഡന്റ് KN രാമചന്ദ്രൻ, കോട്ടപ്പടി ബാങ്ക് പ്രസിഡന്റ് VP വിൻസെന്റ് തുടങ്ങിയവരും സംബന്ധിച്ചു. കഴിഞ്ഞ വർഷം വിളവെടുത്ത കുത്തരി ഉപയോഗിച്ചുണ്ടാക്കിയ പായസ വിതരണവും ഉണ്ടായി. 8 ഏക്കറോളം വരുന്ന പാടശേഖരങ്ങളിലാണ് ഈ വർഷം പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കൃഷിയിറക്കിയത്. വേലൂർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തളിർ ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെർലി ദിലീപ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ ശുഭ അനിൽകുമാർ, വിമല നാരായണൻ, CDS ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നിപ്മർ പ്രതിനിധികളായ ഡോക്ടർ മിജേഷ്, സിജോ, മനോജ് എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരള ചൊവ്വന്നൂർ BRCയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപക പരിശീലനം ആരംഭിച്ചു. കുന്നംകുളം നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ ഉദ്ഘാടനം ചെയ്തു. BRC ട്രെയിനർ CC ഷെറി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. റിസോഴ്സ് പേഴ്സൺമാരായ PK അബൂബക്കർ, KB സൽമ, K ആയിഷ, PL ലൗലി, ഡിജി ഡാർവിൻ എന്നിവർ സംസാരിച്ചു. വാഗ മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. വാഗ ബദ്രിയ മസ്ജിദിൽ നടത്തിയ സമൂഹ നോമ്പുതുറയുടെ ഉദ്ഘാടനം എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. മഹല്ല് രക്ഷാധികാരി അബ്ദുൽ ഖാദർ ഉസ്താദ് അധ്യക്ഷനായി. ഖത്തീബ് ഷൗക്കത്ത് അലി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് ഉമർ അൻവരി, പഞ്ചായത്ത് അംഗം രാജീവ് മണികണ്ഠൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ, CPM ലോക്കൽ കമ്മിറ്റി അംഗം KP രാജു, പ്രസാദ് പണിക്കൻ, ഹനീഫ ഹാജി, മുജീബ് റഹ്മാൻ, അൽഫാജ് വാഗ, AM ഗാലിദ് തുടങ്ങിയവർ സംസാരിച്ചു. റമദാൻ മാസത്തിന്റെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന അമീർ P മുജീബ് റഹ്മാന്റെ സ്നേഹോപഹാരം കുന്നംകുളം ഏരിയയിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർക്കായി എത്തിച്ചു നൽകി. ഏരിയ പ്രസിഡന്റ് ഷാജു മുഹമ്മദ് ഉണ്ണിയുടെ നേതൃത്വത്തിൽ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലിത്ത, പ്രശസ്ത എഴുത്തുകാരൻ TD രാമകൃഷ്ണൻ, കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ്, BK ഹരിനാരായണൻ, നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ എന്നിവരുടെ വീടുകളിലാണ് റമദാൻ സ്നേഹോപഹാരം എത്തിച്ചത്. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷഹീദ് പാലിയത്ത്, MH റഫീഖ്, MA കമറുദ്ദീൻ, RM സുലൈമാൻ എന്നിവർ പങ്കെടുത്തു. വ്രതമനുഷ്ഠിക്കുന്ന മുഴുവൻ ഇസ്ലാം മത വിശ്വാസികൾക്കും ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലിത്ത ആശംസകൾ നേർന്നു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,120 രൂപ, സ്വർണം പവന് 64,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 108 രൂപ. ചർമ്മം കോട്ടപ്പടി പരേതനായ മുട്ടത്ത് ലാസർ ഭാര്യ റോസിലി ടീച്ചർ നിര്യാതയായി. 84 വയസ്സായിരുന്നു. വയലത്തൂർ ഈസ്റ്റ് LP സ്കൂളിലെ അധ്യാപികയായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. സിസ്റ്റർ സാന്നിധ്യ, ആൻസി, ജോജോ മുട്ടത്ത്, ബിജു മുട്ടത്ത്, രജു മുട്ടത്ത്, അഡ്വക്കേറ്റ് സിജു മുട്ടത്ത് എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്.
KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ COA നേതൃത്വത്തിൽ തൃശൂർ കോട്ടപ്പുറത്തെ വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തി. KSEBയുടെ നിലപാടിനെതിരെ സർക്കാർ ഗൗരവമായി ഇടപെടണമെന്ന മുൻ MPയും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ TN പ്രതാപൻ. വേലൂർ തയ്യൂർ മൈലാടിക്കുന്നിൽ നടത്തിയിരുന്ന മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ പഞ്ചായത്ത് ഉത്തരവ് നൽകി. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. മണ്ണെടുപ്പിനെതിരെ നാട്ടുകാർ ദീപപ്രതിരോധം തീർത്തു. അണ്ടത്തോട് തങ്ങൾപ്പടി 310 ബീച്ചിൽ പ്രവർത്തിച്ചു വന്നിരുന്ന അനധികൃത കള്ളുഷാപ്പ് അടച്ചുപൂട്ടിച്ച് പുന്നൂർക്കുളം പഞ്ചായത്ത്. ആക്ഷൻ കൗൺസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറിയുടെ നടപടി. സമരസമിതിയുടെ നേതൃത്വത്തിൽ മേഖലയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. മാറഞ്ചേരി പനമ്പാട് ഭർത്താവിനൊപ്പം ബൈക്കിൽ പോകുന്നതിനിടെ പിക്കപ്പ് വാനിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. മരിച്ചത് പനമ്പാട് അവണ്ടിത്തറ ചോഴിയാട്ടിൽ സാഹിറിന്റെ ഭാര്യ പുലിയപ്പുറത്ത് വീട്ടിൽ 36 വയസ്സുള്ള ഹാരിഫ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.